എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. ചെറുപയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 1 കപ്പ് ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ എടുക്കാം, അതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറുപയർ കുതിർത്തി വെച്ചിട്ടും ഇതുപോലെ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുതിർത്തി വെക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നന്നായി വെന്ത് പയർ നല്ല സോഫ്റ്റായി കിട്ടും. 4 മുതൽ 6 വിസിൽ വരെ പയർ വേവാൻ എടുക്കും. കുതിർത്തി വെച്ചതാണെങ്കിൽ ഒരു 2 വിസിൽ പയർ നന്നായി വെന്ത് കിട്ടും. പയർ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 5-6 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഇടിച്ച മുളകാണ്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടെ മുളക് പൊടി ഒന്നും ചേർക്കണ്ട. ഇടിച്ച മുളകിൻ്റെ പച്ച കുത്ത് മാറുന്നിടം വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വറ്റൽമുളക് എടുത്ത് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 4-5 വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിലേക്ക് പയർ എടുക്കുമ്പോൾ പയർ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ചാറായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ പയർ വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടണം. കുക്കറിൽ വെച്ച് പയർ വേവിക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് മാത്രം വേവിക്കുക. 4-5 വിസിലടിച്ച് ചെറിയ തീയിൽ വെച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെറുപയർ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചാറായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുക. ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആക്കിയാൽ തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഓരോരുത്തരുടെയും ചാറിനനുസരിച്ച് ചാറ് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഗ്ലാസ് അല്ലെങ്കിൽ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഈ ഒരു പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളച്ചതിന് ശേഷം 3-4 മിനിറ്റ് കൂടി നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ആ ചെറുപയറും ആ ഒരു ചാറും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓൾറെഡി വെന്ത് നല്ല സോഫ്റ്റായ പയറായതുകൊണ്ട് തന്നെ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ചെറിയ രീതിയിൽ വ്യത്യാസത്തിൽ നമ്മൾ ചെയ്താൽ നല്ല ടേസ്റ്റിൽ വെക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പുട്ടും ഈ ഒരു കറിയും പപ്പടമാണ് നല്ല കോമ്പിനേഷൻ. കൂടാതെ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ കൂടെ ഈ ഒരു കറി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങയൊന്നും അരക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.